മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് രാജീവ് ഗാന്ധി എച്ച് ആൻഡ് കൾച്ചറൽ സെന്റർ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ആദരവ് കൈമാറി. ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ഐക്യജനാധിപത്യ സഹകരണ മുന്നണി അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് രാജീവ് ഗാന്ധി എച്ച് ആൻഡ് കൾച്ചറൽ സെന്റർ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ആദരവ് കൈമാറി. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ഷനിൽ പെരുവനം അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ പ്രസാദ് കിഴക്കൂട്ട്, പ്രവീൺ ആഞ്ചേരി, CK ഭരതൻ, K രാമചന്ദ്രൻ, ഷാജി ആദം, AS ഉണ്ണികൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി അംഗം ശരത് മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു. ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവർത്തകരായ TK വാസുദേവൻ, AK വാസുദേവൻ, VP ജയരാമൻ, VN ഗോപാലകൃഷ്ണൻ, ER സോമൻ, PK ഉണ്ണികൃഷ്ണൻ, PN മുരളീധരൻ, VN ആനന്ദൻ, CS ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PC പ്രഹ്ലാദൻ, EV ഉണ്ണികൃഷ്ണൻ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ICD സൂപ്പർവൈസർ ഷെമീന, അങ്കണവാടി വർക്കർമാരും ചടങ്ങിൽ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ സഹകരണ മുന്നണി അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഡിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് KR ശ്രീനിവാസൻ, VI ജോൺസൺ, CK നന്ദകുമാർ, MV നാരായണൻ, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പ്രിയൻ പെരിഞ്ചേരി, AD അനീഷ്, രാജൻ നടുവിൽ, ചന്ദ്രൻ നെല്ലിപ്പറ്റ, ലാസർ കുറ്റിക്കാട്ട്, റൂസ്വെൽറ്റ് തട്ടിൽ, അഖിൽ നടുവത്ത്, PR ഇന്ദിര, ജയലക്ഷ്മി രാമകൃഷ്ണൻ, PK വിലാസൻ, AD സൂരജ്, കവിത സതീഷ്, ജോയ് പയ്യപ്പള്ളി എന്നിവരാണ് അവണിശ്ശേരി സർവീസ് സഹകരണ സംഘം സ്ഥാനാർത്ഥികൾ. ഇന്ന് സഹകരണ മേഖലയിലെ ഓരോ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സഹകരണ മേഖലയിലെ അധികാരികൾ, ജീവനക്കാരുടെ, സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ യൂണിയൻ കൂടി പ്രസിഡന്റ് CEO നിരവധിയായ പ്രശ്നങ്ങൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധിയായ സംഘങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംഘങ്ങളൊക്കെ ഭൂരിഭാഗം സംഘങ്ങളും CPM അവരുടെ സംഘടനാപരമായ കായികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്ത സംഘങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ വരെ ഈ സഹകരണ മേഖലയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായ ഇടപെടലിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF ഈ ഗവൺമെൻറ്റുമായി സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോന്നിരുന്നു. പക്ഷെ പിന്നീട് നമുക്കത് ആ ബന്ധം പൂർണ്ണമായി വേർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. കാരണം പത്തനംതിട്ട ഉൾപ്പെടെ പല സംഘങ്ങളിലും കള്ളവോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സംഘങ്ങൾ CPM പിടിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആ തരത്തിലേക്ക് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടതായി വന്നു.
പക്ഷെ കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തൃശ്ശൂർ ജില്ലയിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം. അർത്ഥവത്താൽ എല്ലാവരുടെ സഹകരണത്തോടു കൂടി അത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകൾ നമുക്കുണ്ട്. സ്ഥാനാർത്ഥികൾ കിട്ടാത്തതിൻ്റെയും വനിതകൾ കിട്ടാത്തതിൻ്റെയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സമയത്ത് തന്നെ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്ന ഈ പാനലിലെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ പറഞ്ഞു വന്ന വ്യക്തിത്വങ്ങളാണെന്നുള്ളതിൽ ആൾക്ക് ഒരു നല്ലൊരു കയ്യിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നോട്ടീസുമായി എത്തുക, നമ്മളിവിടെയുണ്ട്, കോമസാരി ഭാഗത്തുണ്ട് എന്ന് ശക്തിയുക്തം ആ പ്രദേശത്തുള്ള ജനങ്ങളെ അറിയിക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേടുന്നത്. പാറളം ഗ്രാമപഞ്ചായത്തിന് 4.5 കോടി രൂപ ചെലവിൽ പുതിയ ഓഫീസ് കെട്ടിടം പണിയും. 2022-23 ബജറ്റിൽ ഉൾപ്പെടുത്തിയ പുതിയ കെട്ടിടം നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചതായി CC മുകുന്ദൻ MLA അറിയിച്ചു. 3.5 കോടി രൂപ സർക്കാർ ബജറ്റിൽ തുകയായും 1 കോടി രൂപ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും വിനിയോഗിക്കും. പഴയ കെട്ടിടം ശോചനീയ അവസ്ഥയിലായതിനെ തുടർന്ന് പാറളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം CC മുകുന്ദൻ MLA സർക്കാരിലേക്ക് പ്രപ്പോസൽ വെച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് പദ്ധതി നിർവഹണ ചുമതല. വേഗത്തിൽ സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം തുടങ്ങാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. വയനാടിന് കൈത്താങ്ങായി അവണിശ്ശേരി പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങളും. പഞ്ചായത്ത് പരിധിയിലെ 113 അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ ശേഖരിച്ച 1,31,700 രൂപ വയനാട് ദുരന്തഭൂമി പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ചെക്ക് കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസീത മഹേഷ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K സുധനെ കൈമാറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടികളിൽ കൗമാര ക്ലബ്ബ് കുട്ടികൾക്ക് ലൈബ്രറികൾ പഞ്ചായത്ത് തല ഉദ്ഘാടനം അനുഗ്രഹ അംഗൻവാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജയ ടീച്ചർ, ICD സൂപ്പർവൈസർ ഷെമീന എന്നിവർ സംസാരിച്ചു. 29 അംഗനവാടികളിലേക്ക് 3,25,000 രൂപ ചെലവഴിച്ചാണ് പുസ്തകങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സഹായം കൈമാറി. ദുരന്തത്തിൽ ഉൾപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള അവശ്യ സാധനങ്ങളാണ് കൈമാറിയത്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞക്കുന്നിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ സെയിന്റ് അൽഫോൺസ പള്ളി വികാരി ഫാദർ ടിൻസ് മറ്റാപ്പള്ളി, വിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സെൽമ രാജു, പാരിഷ് ട്രസ്റ്റി ജോസ് കല്ലുവേളിക്കുന്നിൽ, ഡെറിൽ ഡൊമനിക്, ഹരിപ്രസാദ് എന്നിവർക്ക് കൈമാറി. കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ആന്റോ തൊറയൻ, രാമൻ നമ്പൂതിരി, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ നേതൃത്വം നൽകി. 30-ാം തീയതി രാത്രിയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. കാരണം സാധാരണ ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ മാത്രമായിട്ടാണ് ഉരുൾപൊട്ടൽ സംഭവിക്കാറുള്ളത്. ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് വിലങ്ങാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ സംഭവിക്കുകയുണ്ടായി. വലിയ പാലം, ചെറിയ പാലം, ആനക്കുഴിയം, ആദ്യം അടിച്ചിപ്പാറ, പാലൂര്, ഈ മനുഷ്യര് പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. ഒരുപാട് വീടുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പാലങ്ങൾ, റോഡുകൾ, കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിജി വൈലോപ്പിള്ളിയുടെ പൂതപ്പാട്ട് എന്ന കൃതി ശനിയാഴ്ച പ്രകാശനം ചെയ്യും. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശനം നടക്കുക. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പ്രകാശനം നിർവഹിക്കും. സാഹിത്യകാരൻ KV മണികണ്ഠൻ പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ KS കൃഷ്ണകുമാർ പുസ്തക പരിചയം നടത്തും. വാർത്താസമ്മേളനത്തിൽ KV മോഹനൻ മാസ്റ്റർ, KV ഹർഷൻ, ഡോക്ടർ ഷിജി ഗംഗാധരൻ, ഡോക്ടർ ബിജു രാമചന്ദ്രൻ, ഡോക്ടർ KM സജിത് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ആശുപത്രിക്ക് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ 3 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം.
വലപ്പാട് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന കണക്കം വീട്ടിൽ വിനു, മക്കളായ ശിവാനിക, നവനീത് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിനിടെ വലപ്പാട് ആശുപത്രിക്ക് സമീപം വെച്ച വിനു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ചൂലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 പേരെയും ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് രാജീവ് ഗാന്ധി എച്ച് ആൻഡ് കൾച്ചറൽ സെന്റർ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ആദരവ് കൈമാറി. ബാബുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് നിർവഹിച്ചു. ഐക്യജനാധിപത്യ സഹകരണ മുന്നണി അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.